എന്റെ പൊന്നി ചേച്ചി കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ മനുഷ്യന്റെ വിധിയാ. അയൽവക്കക്കാരനെ എന്നെ എല്ലാം ഏൽപ്പിച്ചിട്ട് മക്കൾ എവിടെ പോയി? വരും പോലും വരും. ഏത് നമ്പറാണ് കാണാനും? ഹലോ സുധാര, മരിച്ചു. 9:30 3:30 എടുക്കും. ശരി, ആ മരിച്ചു. 9:30 3:30 മണിയാകുമ്പോൾ എടുക്കും. മരിച്ചു, എത്തിയാ മതി. ആ മരിച്ചു. ഒച്ചത്തി പറ. പറഞ്ഞോ? ഇയാളുടെ കൂടെ പിന്നെ ഫോൺ ചെയ്യുന്ന കേട്ടില്ലേ? കുറച്ച് ചുക്കാപ്പി ഇട്ടു. എന്തോ ഒരു കിച്ച് കിച്ച്. ഓ സുരേഷേ, കുറച്ച് ചുക്കോളം എടുത്തോ. ദസ്തമാത്രമൂന പുരുഷാർത്ഥാന ബിംബോ ചന്ദന ചർച്ചിത നീല കളേപറ്റം. മരിച്ച വീട്ടിൽ വന്നിരുന്നാണോ ചലച്ചിത്രഗാനം പാടുന്നത്? അത് ശരി. ഒരു 10 പേര് കൂടിക്കുമ്പോ പാട്ട് പാടാൻ കിട്ടിയ അവസരം ഞാൻ മുതലാക്കും. ആഹാ, ആ അവിടെ വെച്ച് എന്തിനാ എഴുന്നേറ്റ് വന്നേടോ. ഒന്ന് പോടാ. തള്ളല്ലെന്ന് ഞാൻ പൊക്കോളാം. ചന്ദന ചർച്ചിത നീലകളാപരം. മരിച്ചു കിടക്കുമ്പോഴേ ഇതൊക്കെ പാടുന്നത്. ഇതൊക്കെ വായിക്കാൻ എനിക്കറിയാം. മനസാക്ഷി വെച്ച് വിളിച്ചെന്നേ ഉള്ളൂ. രാമലക്ഷ്മണൻ രാമലക്ഷ്മണ രാം എന്ത് പറ്റി? രാമൻ ലക്ഷ്മണൻ ലക്ഷ്മണൻ അറിയാൻ പാടില്ലെങ്കിൽ എന്നിട്ട് പോടാ അവിടുന്ന്. മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാതെ. എങ്ങനെയെങ്കിലും വായിക്കേണ്ടത് അറിയാൻ പാടില്ലാത്തോണ്ടല്ല. രാമലക്ഷ്മണൻ ഇരിക്കട്ടെ. ഫോൺ വന്നു. ഹലോ ദേവര. ആ അവിടെ നിൽക്കുക, ഞാൻ വന്നിട്ട് കയറിയാൽ മതി. അതെ, ഞാൻ രാവിലെ മുതൽ രാമായണം വായിക്കുമായിരുന്നു. ചേച്ചിയെ പരമേശ്വരൻ വന്നു. ലിഫ്റ്റ് തന്നതിന് നന്ദി. പരമേശ്വരൻ എന്താ വൈകി? കൊച്ചിൻ പരമേശ്വർ അങ്ങനെ വിളിച്ചാ മതി. എങ്ങനെ വിളിച്ചാലും ശരി. ഇത് അച്ഛൻ മരിച്ചത് കാണണ്ടേ? കാണും നാടകം നടന്നു. കിടക്കുന്നത് പാരടത്തേക്ക് വരജിക്ക് വരും കിടക്കട കിടപ്പ് കണ്ട എന്താണ് കേട്ടത്? അടുത്ത ബെല്ലിന് എന്റെ കരച്ചിൽ ആരംഭിക്കും. അതിനു മുമ്പ് ഇവരിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള മുഴുവൻ കരച്ചിലും അടച്ചു നിന്ന് എന്നോട് ആത്മാർത്ഥമായി സഹകരിക്കുക. ആ നാടകം തുടങ്ങാറായി. ചവടക്കിന് മുമ്പ് ഒരു നാടകം കാണുന്നതല്ല. തുടങ്ങാം. ഞാൻ ഇന്നലെ പരിപാടിക്ക് പോയപ്പോ ഇന്ന് എവിടെയാണ് നാടകമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എന്റെ പിന്നാലെ ഓടി വന്നിരുന്നു. മാഹിയിലാണ് പരിപാടി എന്ന് പറഞ്ഞപ്പോ തിരിച്ചു വരുമ്പോ ഒരു പൈന്റ് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിരുന്നു. ഒരു പൈന്റ് മേടിച്ചോണ്ട് വന്നപ്പോൾ ഫ്ലാറ്റായി കിടക്കുന്ന കണ്ടില്ലേ? ഒരു മകൻ നാടകക്കാരുണ്ടല്ലോ, അവൻ കരയുന്ന. ഞാൻ വിട്ടൂല. അല്പസമയം ഞങ്ങൾക്കും വിശ്രമം. അകത്ത് പോയി വല്ലതും കഴിച്ചിട്ട് വരാം. അവിടെ ഒന്നുമില്ല. അപ്പൊ ഇന്നും പട്ടിണി. ഹലോ ശബരീശനാണോ? വന്നാച്ചാ മതി. 3:30 എടുക്കും. 3:30 എടുത്തില്ലെങ്കിൽ ആരും എടുക്കാണ്ടാവൂല. വന്നില്ലെങ്കിൽ വല്ല മുനിസിപ്പാലിറ്റിക്കാരെ കൊണ്ടുപോകും. 4 മക്കളുണ്ട്. മരിച്ച വീടാ. ക്രിസ്ത്യാനിക്കാരാണെങ്കിൽ വേറെ വീട്ടിൽ. മനസ്സിലായില്ലേ? ഇല്ല. മകളുടെ ഭർത്താവാ. മകളുടെ ഭർത്താവാന്ന്. മദ്രാസിന്ന്. പേരെന്താ? ശാരംഗതൻ. എന്നാ കതരൻ? ശാരംഗതരൻ. ശാരംഗതനാന്ന്. ടേപ്പ് റെക്കോർഡ്
അല്ല ടേപ്പ് റെക്കോർഡ് അതെ, മൂത്ത കൊച്ചിന്റെ സ്കൂളിലെ വാർഷിക, അതുകൊണ്ട് പെണ്ണുമ്പിളക്കൊന്നും വരാൻ പറ്റില്ല. അപ്പൊ അവരുടെ കരച്ചിൽ ഞാൻ ടേപ്പിലാക്കി കൊണ്ടുവന്നിരിക്കുക. കരച്ചില് കാസറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എന്നാ പെട്ടെന്ന് പ്ലേ അയ്യോ കരച്ചില് കാസറ്റിലാക്കി കൊടുത്തു വിട്ടേക്കുവാ. അതമ്മേ, ഇവിടെ അവിടെ പെണ്ണുമ്പിളി പിള്ളേരും വന്നിട്ടില്ല, അതുകൊണ്ട് അവരുടെ കരച്ചിൽ കാസറ്റിലാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. കേൾപ്പിച്ചുതരാം. அம்மி ஞான அம்மி இந்து இந்த கரைச்சில் ஸ்பான்சர் பண்ணது கல்லிலே கலைவண்ணம் கொண்டாம் கல்லூரி கலைவண்ணம் கொண்டு ஆனந்த பண்ணீங்கள் ஜெட்டிகள் சொட்டு நிலமற்ற கேட்காதுகள் ரேகள் சொட்டு நிலமற்ற கேட்டு வாங்குங்கள் துணிகளின் வெண்மிக்க ரேகள் சொட்டு நீளம். ஐயோ അമ്മേ വരാൻ പറ്റിയില്ലല്ലോ. മോന്റെ സ്കൂളിലെ വാർഷികമാണ്. ഞങ്ങൾ അമ്മമാരുടെ ഫാഷൻ പരേഡ് ഉണ്ട് അമ്മേ. അതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ വരും അമ്മേ? സഹിക്കണില്ല. ഇറങ്ങി മുറുമുരുട്ട് കൂട്ടി താമനങ്ങൾ നേരം 3 മണി 30 നിമിഷം. അമ്മേ ഏതായാലും ഓണം വരെയല്ലേ, അച്ഛന്റെ ഭരണം നമുക്ക് ഊഞ്ഞാലൊക്കെ കെട്ടി അടിച്ചു പൊളിക്കാം. ഓക്കെ അമ്മേ, സന്ധിക്കും പറയും വണക്കം. എന്ത് കഷ്ടമാണ് ചേച്ചി ശശി എത്തി. എന്നാ ശശി മരിച്ച വീട്ടിൽ വന്നാണ് ബാങ്ക് കൊടുക്കുന്നത്? എന്റെ അച്ഛൻ അതെന്നാ നിന്റെ പിള്ളേരെ കൊണ്ടുവരാഞ്ഞ? അവർക്ക് പനിയ ചേട്ടാ. അതെന്ത് പനി? ഒന്നും പറയണ്ട എന്റെ പ്രഭാരേട്ടാ, പിള്ളേർക്ക് എന്നും പനിയാ. നിന്റെ പിള്ളേർക്ക് എന്നും പനിയാണോ? കഴിഞ്ഞ ക്രിസ്മസ് അവധിക്ക് ഞങ്ങൾ ഇവിടെ വന്നില്ലേ, അപ്പൊ പിള്ളേർക്ക് ക്രിസ്മസ് പപ്പാഞ്ഞിനെ കാണണം, ക്രിസ്മസ് പപ്പാഞ്ഞിനെ കാണണം പറഞ്ഞ് ഭയങ്കര കരച്ചില്. സാധാരണ നമ്മുടെ അച്ഛനാണല്ലോ ക്രിസ്മസ് പപ്പാഞ്ഞിയുടെ വേഷം ഇടുന്നത്. അമ്മച്ചി എന്ത് ചെയ്ത് അച്ഛന്റെ മുഖം കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് ക്രിസ്മസ് പനി എന്നങ്ങ് പറഞ്ഞ് അന്ന് തുടങ്ങിയ പനി എന്റെ പിള്ളേർക്ക്. ഇപ്പൊ അച്ഛന്റെ മുഖം എന്ന് കേട്ടോ ആ പിള്ളേർക്ക് അപ്പം പനി തുടങ്ങും. എന്നാലും എന്റെ അച്ഛ അച്ഛാ അച്ഛാ കിടക്കണ കിടപ്പ് കണ്ട പലകേലിട്ടാടിച്ച പോലെ. എന്നാ മോനെ അച്ഛന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനെ കൂട്ടുന്നേ? അങ്ങനെ ചെയ്യരുത്, മോശ. എന്റെ മുന്നു പോനെ ശശാങ്ക, ഇവിടെ ഇരുന്നടാ 7 ദിവസമായില്ലേ നീ ഇവിടുന്ന് പോയിട്ട്? നീ ഒരു ചെണ്ടയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലടാ. ചങ്കാടകരി പിടിച്ചു വെച്ചോടാ നിന്റെ വെള്ളം കൊണ്ട്. ഇരിക്കല്ലേ? രണ്ടറ്റാക്ക് വന്നാ നിനക്ക്. ചത്തുപോയി കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ എടുക്കാൻ പറ്റിയല്ല. അത് നമുക്ക് വേറെ ഓരോ ദിവസം ആഘോഷിക്കാം. പോ ഡാൻസ് കളിക്കോടാ നിങ്ങളൊക്കെ. അയ്യോ അതെ എന്റെ പൊന്നു മക്കളെ, ഞാൻ ഒരു കാര്യം ഇത് ചീഞ്ഞ് ആറുന്നതിന് മുമ്പ് ഒന്ന് എടുക്കണ്ടേത്. പരിസര മലിനീകരണം ഉണ്ടാവും. ആ മതി മതി, സ്വത്തിനൊക്കെ ഒരു തീരുമാനം എടുത്താ മതി. സ്വത്തിനൊക്കെ വേറെ ഒരു ദിവസം തീരുമാനം എടുക്കാൻ മേലെ. മദ്രാസിൽ നിന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നത് നിങ്ങളുടെ ഒന്ന് തിരുമോന്ത കാണാനല്ല, സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാ. സ്വത്തുക്കളെല്ലാം എനിക്കുള്ളതാണ്. അത് ആദ്യം അച്ഛൻ തീരുമാനിച്ചിട്ടുള്ള സ്വത്തുക്കളൊക്കെ എനിക്കുള്ളതാണ്. അച്ഛനാകെ ഒരു പെൺതരി ഉള്ളൂ, ആ പെൺതരിയുടെ ഭർത്താവ് ഞാനാ. അപ്പൊ സ്വത്തുക്കൾ മൊത്തം എനിക്ക്. നിർത്ത്, ഇതിനെന്തൊരു പരിഹാരം? അച്ഛനാണെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പുല്ല് ശരിയായേനെ. പരിഹാരമൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ കൂടി സഹകരിക്കണം. എന്താ? അതായത് ഇപ്പൊ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്. എന്റെ ഒരു സുഹൃത്ത് ഡോക്ടർ പുള്ളി പറഞ്ഞതാ. അതായത് ഇതൊരു ഇഞ്ചക്ഷൻ ആണ്. ഇത് ഈ ശവത്തിന് ഇത് കുത്തിവെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ച ശവം ഉണ്ടല്ലോ 1 മിനിറ്റ് എണീറ്റിരുന്ന് നമ്മളോട് സംസാരിക്കും. അപ്പൊ അറിയാലോ ആർക്കൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഡോക്ടറെ ഞാൻ വിളിക്കാം, പക്ഷെ ആ മരുന്നിന് ഏതാണ്ട് 19 ലക്ഷം രൂപ വരും. ആ പൈസ 50 ലക്ഷം രൂപ പോയാലെന്ത്? അച്ഛൻ എഴുന്നേറ്റ കോടികളിൽ നമുക്ക് കിട്ടാൻ. എല്ലാവരും സഹകരിക്കാൻ തയ്യാറാണോ? ഞാൻ സഹകരിച്ചു. ഹലോ ഡോക്ടർ വിൻസെന്റ്, ഞാനാണ്. നമ്മളൊക്കെ മറന്നോ? ഇല്ലല്ല, ഒരു കാര്യം പറയാൻ വിളിച്ചാ. അല്ല വേറൊന്നുമല്ല, എന്റെ ഫാദറിലോ ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് മറിച്ചു പോയി. മറ്റേ ആ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ 1 മിനിറ്റ് നേരം എഴുന്നേറ്റ് സംസാരിക്കുന്നത്, അതായിട്ട് ഇങ്ങോട്ട് പോരും. അതേ വീട്ടിൽ തറവാട് തന്നെ. ഓക്കെ
ഓ എന്നാ നീളായോ വണ്ടിക്ക്. അവിടെയല്ലേ ദേ ഇവിടെയാണ്. ആ ആ വണ്ടി കൊള്ളും. ആ ഇറങ്ങി വക്കീല്ലേ. ആ വക്കീലല്ല, ഡോക്ടർ. ഓ ഇതാണോ വീട്? അതെ. ഡെഡ് ബോഡി മരിച്ചവിടെ? അവിടെ കിടപ്പുണ്ട്. ഓക്കെ. ഒരേ വിട്ട് കൊടുക്കാം വല്ലവന്റെയും കാരണം. ഇതാണ് മരിച്ചത്. ഇതിനാണ് ജീവിപ്പിക്കുന്നത്. ഒരു മിനിറ്റ്. 1 2 3. ഇത് നിങ്ങൾ 4 പേരാണല്ലോ മക്കൾ? അപ്പോ ഇത് ഞാൻ കുത്തിവെച്ച് കഴിഞ്ഞാൽ ആള് ജീവിക്കും, അറിയാലോ. ഇതിന്റെ വില ഈ ആളെന്ന് എഴുന്നേറ്റോട്ടെ. ഇവരാരാന്നറിയാവോ? കോടീശ്വരന്മാരാ. അപ്പൊ ഇത് ചെയ്തോട്ടെ. അല്ല, ഇതിന്റെ വില കിട്ടിയില്ല. എല്ലാം റെഡിയാ. അമ്മ ചെക്ക് എനിക്കറിയിക്കും, തന്നേക്കും. ബ്ലാക്കിയൊക്കെ ഇഷ്ടം പോലെ എഴുതിയെടുക്കാം. ചെയ്യാൻ പോവാണ്. കുത്തുവാ. കണ്ണില് മൂക്കി വെച്ചിട്ട് പഞ്ഞിയായിട്ട് വന്നേക്കണോ? അച്ഛന്റെ ഏക ഭർത്താവില്ല ഞാൻ. എനിക്ക് തന്നെ തരണം, മൂത്ത മോനാണ് ഞാൻ. ആ എറണാകുളത്തെ ഫ്ലാറ്റിന്റെ കാര്യം എനിക്ക് തന്നെ തരണത്. അച്ഛാ ആ തൃശ്ശൂരുള്ള സിമെന്റ് ഫാക്ടറി എന്റെ പേരിലേക്ക് ആക്കി താഴ്ച. നിനക്കുള്ളതാ. എറണാകുളത്തുള്ള ഫ്ലാറ്റ് നിനക്കുള്ളതാണ്. എനിക്ക് തൃശ്ശൂരിലെ സിമെന്റ് ഫാക്ടറി നീ നോക്കണം. അമ്മേനെയും തറവാടും ഇതൊക്കെ മേടിച്ച വകയിൽ ഒരു 4.5 കോടി രൂപ കടം. അത് നിങ്ങൾ വീട്ടണം മക്കളെ.